നമ്മുടെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം പട്ടികജാതി വികസന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ദേവസ്വം വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പകരം കേളു ആണ് വയനാട്ടിൽ നിന്ന് മന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹത്തിന് പക്ഷേ ഇത്തരം വകുപ്പുകളൊന്നും കൊടുത്തിട്ടില്ല. ഈ മന്ത്രിസഭയിൽ പൊതുവെ താരതമ്യേന CPM മന്ത്രിമാരൊക്കെ കാണിക്കുന്ന മുഷ്കോ മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ സജി ചെറിയാനൊക്കെ പറഞ്ഞ പോലെ കുന്തവും കുടച്ചക്രമോ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ കടക്കു പുറത്തുനിന്നോ പരനാറിയെന്നൊന്നും വിളിക്കാത്ത വളരെ സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആലത്തൂരിലേക്ക് മത്സരിക്കാൻ വേണ്ടി വിടുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണെന്ന് നമുക്കറിയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഒരു 20,000-അടുത്ത ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചു. ചെറിയ ഭൂരിപക്ഷമാണ്, നമുക്ക് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷമാണെന്നൊന്നും പറയാൻ കഴിയില്ല. ജയിക്കാൻ തന്നെ കാരണം അവിടെ BJP വോട്ട് പിടിച്ചതുകൊണ്ടാണ്. പക്ഷേ ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, കാരണം ഭരണവിരുദ്ധ വികാരം ഏറ്റവും കുറവുണ്ടാകാൻ പോകുന്നൊരു മന്ത്രിയും ഒരു സ്ഥാനാർത്ഥിയും കെ രാധാകൃഷ്ണനാകും എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വൈറലായിട്ടുണ്ട്. അതായത് അദ്ദേഹം വളരെ ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അന്താളിപ്പോടു കൂടി നിൽക്കുന്നൊരു ഫോട്ടോയും ദിവ്യ S. അയ്യർ എന്ന് പറയുന്ന ഒരു IAS അവർ ഈ ഇദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നൊരു ഫോട്ടോയുമാണ് ഇപ്പോൾ വൈറലായിട്ടുള്ളത്. അത് ആളുകളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഇപ്പോൾ ഈ തൊട്ടടുത്ത് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥലത്ത് നിന്ന് മന്ത്രിയായി രാജിവെച്ച് അദ്ദേഹം പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു രംഗമാണ് എന്നാണ് ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല ആ ഫോട്ടോയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഫോട്ടോ ഈ ദിവ്യ S. അയ്യർ പത്തനംതിട്ട കളക്ടറായിരിക്കുമ്പോഴാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അവർ തുറമുഖ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെ പത്തനംതിട്ട കളക്ടറായിരിക്കുമ്പോൾ ഇദ്ദേഹം ചില ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി കെ രാധാകൃഷ്ണൻ അവിടെ എത്തുകയും ഇവരുമായി ഒന്നിച്ച് പല തവണ പ്രവർത്തിക്കാനൊക്കെ അവസരമുണ്ടായപ്പോൾ വളരെ പച്ചയായ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇവർക്ക് ഇഷ്ടം കൊണ്ട് വളരെ ആദരവും സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെയായിരിക്കും ദിവ്യ S. അയ്യർ ചെയ്തിട്ടുണ്ടാവുക. അവർ ഇദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യുന്ന ഫോട്ടോയാണ്. കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ നൈർമല്യത്തോടുകൂടി കാണാൻ പറ്റുന്നൊരു ഫോട്ടോയാണ്. പക്ഷേ ഈ ഫോട്ടോ എന്തുകൊണ്ടാണ് വൈറലായത് എന്നുള്ളതിന് പല വ്യാഖ്യാനങ്ങളും ആളുകൾ ചുമക്കുന്നുണ്ട്. അതിലൊന്ന് നമുക്കറിയാം, ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഫോട്ടോ വൈറലായി എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദിവ്യ S. അയ്യരെ പോലെ ഒരാൾ തന്നെ ഇവിടെ വൈറലാണ്. അവർ പത്തനംതിട്ട കളക്ടറായിരിക്കുമ്പോഴും മറ്റേത് സ്ഥലങ്ങളിലിരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം മറ്റൊരു IAS അല്ലെങ്കിൽ IPS കാരിക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ളൊരു അറ്റൻഷൻ ഈ ദിവ്യ S. അയ്യർക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാരണം അവർ രാഷ്ട്രീയക്കാരനായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള ശബരിനാഥ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ശബരിനാഥ് G. കാർത്തികേയൻ്റെ മകനാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളും ഒരു IAS കാരിയും തമ്മിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു കൗതുകമുണ്ടാകും. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഒന്ന്. രണ്ടാമത് ദിവ്യ S. അയ്യർ എന്ന് പറയുന്നത് കുറച്ചുകൂടി നന്നായി സംസാരിക്കുന്ന, നന്നായി കവിതയൊക്കെ ചൊല്ലുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ സംഭാഷണമൊക്കെ ഇഷ്ടപ്പെടും. അല്ലെങ്കിലും അവർ പല കാര്യങ്ങളും വൈറലാവാറുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് അവർ തന്നെ ചെയ്യുന്ന PR വർക്കാണോ അതോ ഇവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. കാരണം ഇവരിപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന രംഗം വളരെ വൈറലായിരുന്നു. കോളേജ് കുട്ടികളുടെ ഒപ്പമാണെന്ന് എൻ്റെ ഓർമ്മ, അങ്ങനെ വൈറലായിരുന്നു. അതിനുശേഷം അവരൊരു ഞായറാഴ്ച സ്വന്തം കുട്ടിയുമായിട്ടൊരു വേദിയിൽ വന്നിരുന്നത് വൈറലായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഇവരുടെ പല തരത്തിലുള്ള റീലുകളും ഷോർട്സുകളും ഒക്കെ തന്നെ വൈറലാകാറുണ്ട്. അപ്പോൾ അങ്ങനെ വൈറലായിട്ടുള്ള ഒരാളാണ് ദിവ്യ S. അയ്യർ. അവരെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി. ബെന്യാമിനെ പോലെയുള്ള എഴുത്തുകാരടക്കം എല്ലാവരും തന്നെ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. വലിയ വൈറലായി. വൈറലായപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വൈറലായത് എന്നുള്ളതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന്, ദിവ്യ S. അയ്യർ ഒരു അയ്യരായിട്ടും ഒരു ബ്രാഹ്മണായിട്ടും ഈ പറയുന്ന ഒരു ഹരിജനായിട്ടുള്ള കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായി എന്നുള്ളതാണ്. നേരെ തിരിച്ച് ചില ആളുകൾ പറയുന്നത് കെ രാധാകൃഷ്ണൻ ഒരു മന്ത്രിയാണ്, പക്ഷേ എന്നിട്ടും ഒരു കളക്ടർ ആലിംഗനം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടായില്ല എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യം അദ്ദേഹം അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇതിലൊരു ടെക്നിക്കലായി സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ആ സാങ്കേതികമായിട്ടുള്ള പ്രശ്നം സത്യത്തിൽ ഒരു കളക്ടറായിരിക്കുന്ന ഒരാൾ ഒരു മന്ത്രിയെ അങ്ങനെ ആലിംഗനമൊന്നും ചെയ്യാൻ പാടില്ല. അത്ര വലിയ സമത്വമൊന്നും നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ വേണമെങ്കിൽ ശിക്ഷ കിട്ടാവുന്നൊരു കാര്യമാണ്. കാരണം മന്ത്രിക്ക് ഹസ്തദാനം പോലും കൊടുക്കാൻ പാടില്ല. പണ്ട് MA കുട്ടപ്പൻ മിനിസ്റ്ററായിരിക്കുമ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഒരാൾ ഹസ്തദാനത്തിന് കൈനീട്ടിയപ്പോൾ ആ കുട്ടപ്പൻ വിചാരിച്ചത് ഇദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയക്കാരനായിരിക്കുമെന്ന് വിചാരിച്ച് കൈ കൊടുത്തതിന് ശേഷമാണ്
അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് അറിയുന്നത് പിന്നീട് അദ്ദേഹത്തിനെതിരെ നടപടിയൊക്കെ എടുത്തു. പിന്നെ നടപടിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും, കാരണം അദ്ദേഹം കോൺഗ്രസ് സംഘടനയിലെ തന്നെ ആളായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഒരു കളക്ടറും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ആൾ, അല്ലെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനി പ്രോട്ടോകോൾ തെറ്റിച്ച് വേറൊന്നും ചെയ്തില്ലല്ലോ, ഒരാളെ നമ്മുടെ മനസ്സിന് അത്രയും ആദരവും സ്നേഹവും തോന്നിയ ഒരാളെ ആശ്ലേഷിക്കുകയാണ് ചെയ്തത്, ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. അതിൽ മാനുഷികപരമായി തെറ്റൊന്നുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് വൈറലായി എന്നുള്ളതിന് എനിക്ക് വളരെ കൃത്യമായൊരു ഉത്തരം നിങ്ങളോട് പറയേണ്ട. അത് വൈറലായതിൻ്റെ കാരണം ഇത് ഒരു സൂചനയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു വാണിംഗ് കൂടിയാണ് ഇത് വൈറലായത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം പലപ്പോഴും നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഭരണകർത്താവ്, അദ്ദേഹം മൈക്കിനെതിരെ പോലും കേസെടുക്കുകയും മൈക്ക് കേടായിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയറും മൈക്ക് സെറ്റും ഒക്കെ ചുമന്ന് മൈക്കിൻ്റെ, അതായത് സൗണ്ട് സിസ്റ്റം നടത്തുന്ന ആളെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അയാൾ അതും ചുമന്ന് പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയും ചെയ്യുന്നൊരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റൊരു ഘട്ടത്തിൽ മൈക്കിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നോ എന്തോ വിചാരിച്ചിട്ട് മൈക്ക് ഇദ്ദേഹം കയ്യിൽ പിടിച്ച്, ശരിക്കും പറഞ്ഞാൽ വളരെ ബലം പിടിച്ച്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അത് ഒടിച്ചു കളയുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ കർക്കശക്കാരനായ ഒരു ആളായിട്ടാണ് മുഖ്യമന്ത്രി പുറത്തേക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അരഗൻസ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ജനത്തിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇത്തരത്തിൽ നിർമ്മലനായിട്ടുള്ള, ഈവൻ പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് പോലും സ്വന്തം സഹപ്രവർത്തകരോട് വളരെ സൗമ്യമായി ഇടപെടുന്ന, അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് പോലും ഒരു ആദരവും സ്നേഹവും ഒക്കെ ഓട്ടോമാറ്റിക്കലി തോന്നുന്ന, അല്ലാതെ ചിലപ്പോൾ ആളുകളൊക്കെ ഉണ്ട്, നമുക്കറിയാലോ, ഇപ്പോൾ പോലീസിലൊക്കെ തന്നെ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അവനൊക്കെ ഒരു സല്യൂട്ട് അടിക്കുന്ന കാണാം. സല്യൂട്ട് അടിക്കേണ്ടി വരുന്നത് പല പോലീസുകാരും ദൈവമേ ഇവരെ സല്യൂട്ട് അടിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായല്ലോ, ഇത്രയും വലിയ ഗതികേട് ഞങ്ങൾക്ക് വന്നല്ലോ എന്നൊക്കെ തോന്നുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരാളായി ഈ പലപ്പോഴും പിണറായി വിജയൻ അകലെ നിന്നെങ്കിലും തോന്നുന്നവർക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അനിൽ എന്ന് പറയുന്ന മറ്റൊരാളെ തല്ലിച്ചതക്കാൻ കൂട്ടുനിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗൺമാനായിട്ടുള്ള ആളുകളെയൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും അകലെ നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത്ര അടുത്തേക്ക് വരുന്നു, ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു എന്നുള്ള ആളുകൾക്ക് വളരെ കൃത്യമായ ഒരു സ്പേസ് കൊടുക്കുന്ന വളരെ നല്ല ഒരു മനുഷ്യനാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി കൃത്യമായി ഇത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അത് സത്യത്തിൽ നമ്മളിപ്പോൾ പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇഷ്ടക്കേട് ജനത്തിന് തോന്നിയാൽ ജനം അത് എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല. ഇപ്പം ഞാൻ നേരത്തെ തന്നെ 1-2 വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഋഷി സുനക്ക് ഒരു അഡിഡാസിൻ്റെ സ്നീക്കേഴ്സ് ഇട്ട് വന്നത് ജനത്തിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ബ്രിട്ടൻ കണ്ട ഏറ്റവും വലിയ പണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ആളുകളൊക്കെ ഇടുന്ന ഒരു ഷൂസ് ഇട്ട് വെറുതെ സാധാരണക്കാരൊരാളെ പോലെ അനുകരിക്കേണ്ട, വേഷം കെട്ട് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചത് അദ്ദേഹത്തോടുള്ള വെറുപ്പ് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് അത്ര വലിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പറയാം, ഇപ്പോൾ വ്ളാദിമിർ പുട്ടിൻ്റെ കേസിലാണെങ്കിലും അലക്സി നവൽനിയുടെ കേസിലാണെങ്കിലും പല ആളുകളുടെ കേസിലാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു സൃഷ്ടികളുണ്ടായിട്ടുണ്ട്. ഈ സൃഷ്ടികൾ ഉണ്ടാവുന്നതിൻ്റെ കാരണം മറ്റൊന്നിനോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ വെറുപ്പോ ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ കാര്യം പോലും നമുക്ക് വലിയ കാര്യമായി തോന്നാം. ഉദാഹരണത്തിന് നമുക്ക് നേരത്തെ ഒന്നും ഇപ്പോൾ ഒരു ശബരിമലക്ക് പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു മുസ്ലിം പള്ളിയിൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സഹായം ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ ഇപ്പം നിലനിൽക്കുന്നൊരവസ്ഥയിൽ അതൊക്കെ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും. പലപ്പോഴും ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് കറുപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുട്ടിയെ എടുത്ത് ഒരു മുസ്ലിം വേഷധാരിയായിട്ടുള്ള ഒരാൾ മടിയിലിരുത്തുന്ന, വളരെ സ്നേഹത്തോടെയും മടിയിലിരുത്തുന്ന രംഗമൊക്കെ വൈറലായിട്ടുണ്ട്. അപ്പോൾ വൈറലാകുന്നതിൻ്റെ കാരണം ഇതിന് ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ളൊരു കാര്യം, ഒരു സാധാരണ കാര്യം, അതായത് ഒരാൾ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ഒരാളെ കെട്ടിപ്പിടിക്കുന്നത് പോലും വളരെ പ്രതീകാത്മകമായി ഇങ്ങനെയുള്ള ഈ ലോകത്തും ഇത്തരത്തിലുള്ള ചില മരുഭൂമികളിൽ, ഇത്തരത്തിലുള്ള ഊഷരമായിട്ടുള്ള മരുഭൂമികളിൽ മഞ്ഞുതുള്ളികൾ വീഴുന്നുണ്ടല്ലോ എന്ന് പറയുന്നൊരു കാര്യം കൂടിയാണ് ഇത് വൈറലാകാൻ കാരണം. സത്യത്തിൽ ഇതും പിണറായി വിജയനുള്ള ഒരു താക്കീതാണ് ജനങ്ങളുടെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.